നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് തീരസമതലങ്ങളെ കുറിച്ചാണ്. കിഴക്കൻ തീരസമതലത്തെ കുറിച്ചും പടിഞ്ഞാറൻ തീരസമതലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ ഒരു പോയിന്റ് പോലും വിടാതെ തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം BSc എന്ന യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. 10th സോഷ്യൽ സയൻസ് 2 എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ അതിൽ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടോ, സൗകര്യപ്രദമായിട്ട് കാണുക. അതുപോലെ തന്നെ നോട്ടൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ദ്വീപുകളെ കുറിച്ചാണ്. ദ്വീപുകൾ തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അല്ലെ, ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിലാണ്. ലക്ഷദ്വീപ് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലുമാണുള്ളത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങളാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും. നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ് ഏത്? ലക്ഷദ്വീപ്. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകളാണ്. ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. ഈ ദ്വീപുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ട്ടാ. എത്ര ദ്വീപുകളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ് എന്ന് ചോദിച്ചിട്ടുണ്ട് പണ്ട് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ ഉൾപ്പെടുന്നത്. അല്ലെ, 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 36ലും എന്താണ്? ജനവാസമില്ല. 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. ഈ 36 ദ്വീപുകളിലും ഏറ്റവും വലുത് ഏതാണ്? ആന്ത്രോത്ത്. അപ്പോ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപ് ഏതാണ്? ഇതിൽ ഏറ്റവും വലിയ ദ്വീപാണ്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. എന്താണ്? പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. എന്താണ് ലഗൂണ്? കടൽ തീരങ്ങളിൽ മണൽ തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. എന്താണ് ലഗൂണുകൾ? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. ഇനി മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ലക്ഷദ്വീപുകാരുടെ പ്രധാന തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. അപ്പോൾ മത്സ്യബന്ധനമാണ് ലക്ഷദ്വീപുകാരുടെ പ്രധാന തൊഴില്. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം എന്ന് പറയുന്നത് ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. അപ്പൊ മത്സ്യബന്ധനമാണ് പ്രധാന തൊഴില്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവും എന്താണ്? ഈ മത്സ്യബന്ധനത്തോടൊപ്പം തന്നെ അവര് ചെയ്യുന്ന മറ്റ് പരമ്പരാഗത തൊഴിലുകളാണ്. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. ലഗൂണുകളെയും ബീച്ചുകളും പവിഴപ്പുറ്റുകളെയൊക്കെ എന്താണ്? പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും എന്താണ്? ഇവിടെ വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ഇനി എന്താണ് പവിഴ ദ്വീപുകൾ എന്ന് നോക്കാം. കോറൽ പൊളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്.
കോറൽ പൊളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവിയാണ്. കോറൽ പൊളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പൊളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. ജീവനുള്ള കോറൽ പൊളിപ്പുകൾ ഓറഞ്ച് ഉണ്ട്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണിവ വളരുന്നത്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണിവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണിവ പൊതുവെ കാണപ്പെടുന്നത്. ഇപ്പൊ പവിഴ ദ്വീപുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും എന്താണ് ഈ പവിഴ ദ്വീപുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത്രയാണ് പവിഴ ദ്വീപുകളെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി അടുത്ത് നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് പറയാം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപസമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. 10 ഡിഗ്രി. ഈ ദ്വീപസമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ 10 ഡിഗ്രി ചാനൽ എന്തിനൊക്കെയാണ് വേർതിരിക്കുന്നത്? ആൻഡമാൻ ദ്വീപുകൾ എന്നും നിക്കോബാർ ദ്വീപുകൾ എന്നും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ഈ ദ്വീപ് എവിടെയാണ്? നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നതാണ് ബാരൻ ദ്വീപ്. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ആൻഡമാൻ നിക്കോബാറിൽ ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുണ്ട്. അതിൽ 38 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. അപ്പോൾ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു കവരത്തി ദ്വീപാണല്ലേ. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ്. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. അപ്പൊ ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്കറിയാം 10 ഡിഗ്രി ചാനൽ എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട് അല്ലെ. ആൻഡമാൻ ദ്വീപെന്നും നിക്കോബാർ ദ്വീപുകളെന്നും രണ്ടായി വിഭജിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതകളാണ്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ,
ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ എല്ലാം എന്താണ് ഇവിടുത്തെ സവിശേഷതകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായി വളരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായി വളരുന്നു. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളുമെല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എന്തൊക്കെയാണ്? പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അടുത്താണ് തീരഭൂരൂപങ്ങൾ. ഭൂരൂപങ്ങളെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ പറഞ്ഞു, എക്കൽ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? കാറ്റുകൊണ്ടുണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞു അല്ലെ, ചന്ദ്രക്കല ആകൃതിയിലൊക്കെ ബർക്കൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് തീരഭൂരൂപങ്ങളാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും എന്താണ് വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഭൂരൂപീകരണത്തിന് സഹായിക്കുന്നത് ഏതൊക്കെയാണ്? കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെ ഭൂരൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്നത് ഭൂരൂപങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാം നോക്കാം. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ: സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ. അപ്പോൾ സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ, സമുദ്രതീരത്തിനൊക്കെ അടുത്തുള്ള പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാലയടിക്കുമ്പോൾ തീരത്തുള്ള ശിലകളിൽ എന്താണ് അപരദനത്തിലൂടെ, അതായത് എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് തിര അടിക്കുമ്പോൾ എന്താണ് അതിനൊരു തേയ്മാനം സംഭവിക്കുന്നു. ആ ശിലകൾക്ക് ഒരു തേയ്മാനം സംഭവിക്കുന്നു. അതിലൂടെ എന്താണ് അപരദനത്തിലൂടെ എന്താണ് തീരശിലകൾ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയിലൂടെ തന്നെ എന്താണ് തിരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ എന്താണ് വലുതായിട്ട് സമുദ്ര ഗുഹകളായി രൂപപ്പെടുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. അപ്പോൾ ഇതാണ് സമുദ്ര കമാനം. അപ്പൊ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്രസ്തംഭങ്ങൾ. നമുക്കിവിടെ ഒരു ചിത്രത്തില് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ചിത്രം. അപ്പൊ അതില് കണ്ട സമുദ്രസ്തംഭം കൊടുത്തിട്ടുണ്ട്, സമുദ്ര കമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, സമുദ്ര ഗുഹ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർന്ന് അപരദനത്തിലൂടെ തകരുമ്പോൾ എന്താണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാനഭാഗം തീരത്ത് നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു? സമുദ്ര സ്തംഭങ്ങൾ പറഞ്ഞു, സമുദ്ര കമാനം പറഞ്ഞു, സമുദ്ര ഗുഹകൾ പറഞ്ഞു, അതുപോലെ ക്ലിഫുകൾ പറഞ്ഞു അല്ലെ. ഇതൊക്കെ എന്താണ് അപരദന പ്രക്രിയയിലൂടെ, തിരമാലകളുടെ അപരദന പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന തീരഭൂരൂപങ്ങളാണ്. ഇനി തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണലും ചരൽ എന്നിവ എന്താണ് അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ.
വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾക്കിടയിൽ ഉള്ള പ്രദേശത്ത് തിരമാലയുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ബീച്ചുകൾ രൂപപ്പെടുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലഗൂണുകൾ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ബീച്ച്, മണൽ, നാക്ക്, പൊഴി എല്ലാം ഇതിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ. എന്താണ്? കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ. അപ്പൊ മണൽ നാക്ക്, പൊഴി, അതുപോലെ ബീച്ച് ഒക്കെ എന്താണ്? നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന തീരഭൂരൂപങ്ങളാണ്. അടുത്ത് നമുക്ക് കാലാവസ്ഥ നോക്കാം. കാലാവസ്ഥ മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുന്നതെങ്കിലും എന്താണ്? ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. അതിന് കാരണം എന്താണ്? സമുദ്ര സാമീപ്യമാണ്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ ഇല്ല, മിതമായ കാലാവസ്ഥയാണുള്ളത്. സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിൽ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽ കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പൊ കരയും കടലും വ്യത്യസ്ത തോതിലാണ് എന്ത് ചെയ്യുന്നത്? ചൂട് പിടിക്കുന്നത്. കര എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും. എന്നാൽ കടൽ സാവധാനത്തിൽ ചൂട് പിടിക്കുകയും സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നു. ഇതെന്താണ്? കടൽക്കാറ്റും കരക്കാറ്റൊക്കെ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ എന്താണ്? പ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്താണ് കടൽക്കാറ്റും കരക്കാറ്റും എന്ന് നോക്കാം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽ കാറ്റ്. അപ്പോൾ തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങൾ കര വേഗം ചൂടുപിടിക്കുകയും ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കുള്ള വായുവിന്റെ സഞ്ചാരമാണ് എന്ത്? കാറ്റ്. അല്ലെ? നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അപ്പൊ എന്താണ്? ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. കടലിൽ നിന്നും വീശുന്ന കാറ്റായതുകൊണ്ട് കടൽ കാറ്റ് എന്ന് പേര് വന്നു. അല്ലെ? എവിടെ നിന്ന് വീശുന്ന കാറ്റാണോ അതുവഴിയാണ് അതിന് പേര് ലഭിക്കുന്നത്. ഇതിന് വിപരീതമായി രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. എന്താണ് കടൽക്കാറ്റ്? എന്താണ് കരക്കാറ്റ് എന്ന് കരക്കാറ്റ് എന്താണ്? രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദവുമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിലാകമാനം മഴ നൽകുന്നത് എന്ന് നമുക്കറിയാം. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു. എന്താണ്? അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നു.
കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. നാം ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. അപ്പോൾ കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. നാം ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്ന് കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. അടുത്താണ് മണ്ണ്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറവുമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. ഇനി ഓരോ തീരങ്ങളിലും ഏതൊക്കെ മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നതെന്ന് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. ഗുജറാത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നു, തീരദേശ എക്കൽ മണ്ണും അതുപോലെ ലവണ മണ്ണും കാണപ്പെടുന്നുണ്ട്. കൊങ്കൺ തീരപ്രദേശത്താണെങ്കിൽ കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണും കാണപ്പെടുന്നു. കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്നത്. മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയാണ് മലബാർ തീരപ്രദേശത്ത് കാണപ്പെടുന്നത്. കിഴക്കൻ തീരപ്രദേശത്ത് തീരദേശ എക്കൽ മണ്ണ്, ഡെൽറ്റ എക്കൽ മണ്ണും കിഴക്കൻ തീരപ്രദേശത്ത് കാണപ്പെടുന്നു. ലക്ഷദ്വീപില് പവിഴ മണൽ മണ്ണ് കാണപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപില് സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും കാണപ്പെടുന്നു. അടുത്ത സസ്യജാലങ്ങൾ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ കാണാവുന്നതാണ്. അപ്പോൾ ചുവടെ ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട്. തീരദേശങ്ങളിലെ പ്രധാന സസ്യജാലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തീരദേശ സസ്യങ്ങൾ, വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും തീരദേശ സസ്യങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ വരണ്ട തീരദേശ സസ്യങ്ങളിൽ വരുന്നതാണ് തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും. തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളുമാണ് വരണ്ട തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ആർദ്ര തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടൽ കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിവ ആർദ്ര തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. തീരദേശ സമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കണ്ടൽ കാടുകൾ തീരത്തിന്റെ ശ്വാസകോശം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽ കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സുന്ദർബൻ ഡെൽറ്റ അല്ലെ. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ്. കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റു ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽ കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ
തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അടുത്ത ധാതു നിക്ഷേപം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. കൂടാതെ ആണവ ഇന്ധനമായ യുറേനിയം, വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണ്ണിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. അടുത്ത ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല പ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും എന്താണ് അനുകൂലമായ ഒരു ഇന്ത്യൻ തീരദേശം. അതുകൊണ്ട് തന്നെ ദേശം ജനനിബിഡവും ജനസാന്ദ്രതയുമായി മാറുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3, അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത 3 തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3 എന്താണ് തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്തയൊക്കെ തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. അടുത്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതകളുള്ളതും അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. അടുത്ത തീരദേശങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ നോക്കാം. മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങി നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാക്കുന്നു. പ്രകൃതിയുടെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് തീരദേശ ജനത നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും തീരദേശ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും അതിന്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിനും ഉതകും വിധമുള്ള വിഭവ ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ഈ ഒരു ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.